നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തിരുവാതിരപ്പുഴുക്ക് പുഴുങ്ങുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതിന് എട്ടങ്ങാടി എന്നാണ് പറയുന്നത്. കാച്ചിലുണ്ട്, എന്താ ഇത് കിഴങ്ങുണ്ട്, കപ്പയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, കൂർക്കയുണ്ട്, ചേമ്പുണ്ട്, കായുണ്ട്, വൻപയറുണ്ട്. ഇതിനാണ് 8 കൂട്ടത്തിലാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ എന്നിട്ട് നമ്മൾ വൻപയർ 1 മിനിറ്റ് മുമ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വൻപയർ പ്രത്യേകമാണ് വേവിക്കുന്നത്. വേറെ വൻപയറാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റേ കഷ്ണം എല്ലാം അരിഞ്ഞ് അതും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ പച്ചമുളകും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒരടിയേ അടിക്കാവുള്ളൂ, നല്ലപോലെ അരഞ്ഞു പോകരുത്. അപ്പോൾ അതാണ് നമ്മൾ മുന്തിരി വെന്ത് വന്നിട്ടുണ്ട്, വൻപയർ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വൻപയർ നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ മേളിലോട്ടിടും പകുതി വേവാകുമ്പോഴത്തേന്. എന്നിട്ട് രണ്ടും കൂടെ വെന്ത് കഴിയുമ്പം അതിൻ്റെ മേളിലോട്ട് ഈ അരിപ്പും കൂടി ഇട്ട് ഇളക്കി ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിനി വൻപയർ അതിൻ്റെ മേളിലോട്ടിടാം. കഷ്ണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വൻപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തേങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.